أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإن كانوا ليقولون لو أن عندنا ذكرا من الأولين لكنا عباد الله المخلصين فكفروا به فسوف يعلمون. ولقد سبقت كلمتنا لعبادنا المرسلين إنهم لهم المنصورون وإن جندنا لهم الغالبون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1562 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 37-ാമത്തെ അധ്യായമായ സൂറത്ത് സ്വാഫാത്തിലെ 167 മുതൽ 173 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇൻ കാനൂ ലയഖൂലൂൻ ലൗ അന്ന ഇൻദനാ ദിക്റൻ മിനൽ അവ്വലീൻ لكنا عباد الله المخلصين فكفروا به فسوف يعلمون. ولقد سبقت كلمتنا لعبادنا المرسلين إنهم لهم المنصورون وإن جندنا لهم الغالبون. صدق الله العلي العظيم. സൂറത്ത് സ്വാഫാത്തിലെ 167 മുതൽ 173 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ കേൾപ്പിച്ചിട്ടുള്ളത്. സൂറത്തിന്റെ അവസാന ഭാഗത്താണ് നമ്മളുള്ളത്. മുഖ്യമായ പ്രതിപാദ്യങ്ങൾ പിന്നിട്ട ശേഷം സൂറത്തിന്റെ തുടക്കത്തിൽ പ്രതിപാദിച്ചിരുന്ന മക്കയിലെ ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള വിഷയങ്ങളിലേക്ക് തിരികെ എത്തി അത് വൈൻഡപ്പ് ചെയ്യുന്ന വിധത്തിലുള്ള ആശയങ്ങൾ അടങ്ങിയ ആയത്തുകളാണ് നമ്മൾ ഇന്നലെ പഠന വിധേയമാക്കിയത്. ഇന്നും അതിന്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങളാണ്. 167-ാമത്തെ ആയത്ത് മുതൽ ഇന്ന് നമ്മൾ പഠന വിധേയമാക്കുന്ന ആയത്തുകളും വിശ്വാസപരമായ നിലപാടും നിർണയവും ഒന്നും ചെയ്തിട്ടില്ലാത്ത ആളുകളെ അതിനെ പ്രേരിപ്പിക്കുന്ന വിധത്തിൽ അവരുടെ ആലോചനയെയും ചിന്തയെയും ഒക്കെ തട്ടിയുണർത്തുന്ന ഒരു കാര്യമാണ് നിർവഹിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. നമുക്കിന്ന് നമ്മൾ വായിച്ചു വെച്ച ആയത്തുകളെ ഫോക്കസ് ചെയ്തുകൊണ്ട് കാര്യങ്ങളുമായി മുന്നോട്ട് പോകും. അതിന്റെ തൊട്ടു മുമ്പുള്ള ആയത്തുകളിൽ മലക്കുകളെ ആരാധ്യന്മാരായി സ്വീകരിക്കുന്ന മക്കയിലെ ആ കാലഘട്ടത്തിലെ ആളുകളുടെ നിലപാടുകളെ തുറന്നു കാണിക്കുന്ന വിധത്തിലായിരുന്നു കാര്യങ്ങൾ പ്രതിപാദിച്ചിരുന്നത്. അദൃശ്യ സൃഷ്ടികൾ എന്ന നിലക്ക് മലക്കുകളെ പരാമർശിക്കുന്നതിന് അവിടെ ജിന്നത്ത് എന്ന പദം ഉപയോഗപ്പെടുത്തുകയും അതിനെ തുടർന്നുള്ള ആയത്തുകളിൽ നൽകപ്പെട്ട വിവരണം മലക്കുകളെ കുറിച്ച് മാത്രമേ ചേർച്ചയുള്ളതാവുകയുള്ളൂ എന്ന വിധത്തില് ആവുകയും ചെയ്ത കാര്യം നമ്മൾ മനസ്സിലാക്കിയുണ്ടായി. അതിനെ തുടർന്നാണ്
നമ്മൾ ഇന്ന് വായിച്ചു വെച്ചിരിക്കുന്ന ആയത്തുകൾ വരുന്നത്. വഇൻ കാനൂ ലയഖൂലൂൻ, അങ്ങനെയാണ് ഇന്നത്തെ നമ്മൾ പഠന വിധേയമാക്കുന്ന ആയത്തുകളുടെ തുടക്കം. വഇൻ കാനൂ ലയഖൂലൂൻ, അവര് നേരത്തെ ഇങ്ങനെ പറയാറുണ്ടായിരുന്നവരാണ്. തുടർന്നുള്ള ആയത്തുകളിൽ പറയാൻ പോവാണ് എന്താണ് അവര് നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നത്. അവരുടെ പഴയകാലത്ത് പിന്നിട്ട നാളുകളിൽ അല്ലെങ്കിൽ പണ്ട് അവരുടെ സംസാരം ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. വൈൻ കാനൂ ലയഖൂലൂൻ, അവർ മുൻകാലങ്ങളിൽ ഇങ്ങനെ പറയുന്നവരായിരുന്നു. ലൗ അന്ന ഇൻദനാ ദിക്റ, ലൗ അന്ന ഇൻദനാ ദിക്റൻ മിനൽ അവ്വലീൻ, ഞങ്ങളുടെ അടുക്കല് അവലുകൾക്ക് നൽകപ്പെട്ടിരുന്ന ഉത്ബോധനം ഉണ്ടായിരുന്നെങ്കിൽ, ദിക്ർ ഉണ്ടായിരുന്നെങ്കിൽ. ദിക്ർ എന്നത് ദൈവിക വേദഗ്രന്ഥത്തിനുള്ള ഒരു പര്യായ പദമായിട്ടാണ് ഇവിടെ ഉപയോഗിക്കുന്നതെന്ന് കാണാൻ കഴിയും. ഓർമ്മപ്പെടുത്തലാണ്, ഉത്ബോധനമാണ്, ഉണർത്തലാണ് ദൈവിക ഗ്രന്ഥങ്ങൾ എല്ലാ കാലഘട്ടത്തിലും നിർവഹിക്കുകയുണ്ടായത്. അതിന്റെ ആ ദൗത്യ നിർവഹണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ പരാമർശിക്കുമ്പോൾ നൽകുന്ന അല്ലെങ്കിൽ വിളിക്കുന്ന ഒരു പേരാണ് ദിക്ർ എന്ന്. ലൗ അന്ന ഇൻദന ദിക്റൻ മിനൽ അവ്വലീൻ, അവലുകൾ എന്ന് പറഞ്ഞാൽ പൂർവികരായ ആളുകൾ, ആദ്യ തലമുറയിലെ പിന്നിട്ട തലമുറകളിലെ ആളുകൾക്ക് ഉണ്ടായിരുന്നത് പോലെയുള്ള, അല്ലെങ്കിൽ അവരുടെ ആ ദിക്ർ, അവരെ ഉത്ബോധനം ചെയ്തുകൊണ്ട് അവർക്കിടയിൽ ഉണ്ടായിരുന്ന വേദഗ്രന്ഥം ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ, എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ദൈവികമായ മാർഗദർശനം നൽകുന്ന വേദഗ്രന്ഥം നൽകപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ, ലകുന്ന ഇബാദല്ലാഹിൽ മുഖ്ലസീൻ, ഞങ്ങള് അള്ളാഹുവിന്റെ ഇബാദുൽ മുഖ്ലസീനായി മാറുമായിരുന്നു. ഇബാദുല്ലാഹിൽ മുഖ്ലസീനായിട്ട് ഞങ്ങൾ നിലകൊള്ളുമായിരുന്നു. ഇതാണ് ഈ ആളുകൾ പറയുന്നത്. നേരത്തെ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കിടയിലേക്ക് ദൈവിക ദൗത്യവുമായി കടന്നു വരുന്നതിന്റെ മുമ്പുള്ള കാലത്ത് അവരിങ്ങനെ പറയാറുണ്ടായിരുന്നു. വിശേഷിച്ച് ചില ഭാഗങ്ങളിൽ അവർ യഹൂദരെ കാണുന്നു, വേറെ ചില ഭാഗങ്ങളിൽ ക്രൈസ്തവരെ കാണുന്നു. അവരൊക്കെയും തന്നെ അഹ്ലുൽ കിതാബാണ്, വേദങ്ങളുടെ ആളുകളായിട്ടാണ് ഉണ്ടായിരുന്നത്. അവര് ഏത് വിഷയത്തിലും ചർച്ചയും സംസാരവും ഒക്കെ ഉണ്ടാവുമ്പോൾ വേദങ്ങളെ പരാമർശിക്കുമായിരുന്നു. അപ്പോ മക്കയിലേതുപോലെയുള്ള മുശ്രിക്കുകള്, കുഫാറുകള് പറയാറുണ്ടായിരുന്നത്, ഞങ്ങൾക്കെങ്ങാനും ഇവരുടെ കയ്യിലുള്ളത് പോലെയുള്ള ദിക്ർ ഉണ്ടായിരുന്നെങ്കിൽ, ഞങ്ങളെ ഉത്ബോധനപ്പെടുത്തുന്ന വേദഗ്രന്ഥം ഞങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ, ഞങ്ങള് അള്ളാഹുവിന്റെ മുഖ്ലസുകളായ ഇബാദുകളായി നിലകൊള്ളുമായിരുന്നു എന്നാണ് ഇവര് പറയാറുണ്ടായിരുന്നത്. അത് ആ ഘട്ടത്തിൽ അവർക്ക് വേദഗ്രന്ഥം ഉണ്ടായിരുന്നില്ല, മാർഗദർശനം ചെയ്യുന്ന ഒരു ദൂതൻ അവരിലേക്ക് നിയോഗിക്കപ്പെട്ടിരുന്നില്ല എന്നൊക്കെയുള്ള ഒരു അവസ്ഥയിലാണ് ഈ ആളുകൾ അങ്ങനെ പറയാറുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോ സാഹചര്യം മാറിയിരിക്കുകയാണ്. അവരിലേക്കായിട്ട് അള്ളാഹു ഒരു പ്രവാചകനെ നിയോഗിച്ച് അയക്കുകയും ചെയ്തിരിക്കുന്നു. അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ദൈവിക ദൃഷ്ടാന്തങ്ങൾ അടങ്ങിയ വേദം അവരെ കേൾപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയുമാണ്. നേരത്തെ അവര് പറയാറുണ്ടായിരുന്നത് ഇങ്ങനെയാണ്. വൈൻ കാനൂ ലയഖൂലൂൻ, നേരത്തെ അവരിങ്ങനെ പറയാറുണ്ടായിരുന്നു. ലൗ അന്ന ഇൻദനാ ദിക്റ, ഞങ്ങളുടെ അടുക്കല് ഒരു ദിക്റം മിനൽ അവ്വലീൻ, പൂർവികർക്കുള്ളതുപോലെ ഉള്ള, അല്ലെങ്കിൽ പൂർവികരുടെ കയ്യിലുള്ള ആ ഉത്ബോധനം അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തലായുള്ള വേദഗ്രന്ഥം ഞങ്ങളുടെ അടുക്കൽ ഉണ്ടായിരുന്നെങ്കിൽ, ലകുന്ന ഇബാദല്ലാഹിൽ മുഖ്ലസീൻ, ഞങ്ങള് അള്ളാഹുവിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ദാസന്മാരുടെ കൂട്ടത്തിലാകുമായിരുന്നു. ഞങ്ങൾക്ക് അത് ശിരസ വഹിക്കുന്നതിന് യാതൊരു തടസ്സവും ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് അവർ പറയുന്നത്.
ഇബാദുല്ലാഹിൽ മുഖ്ലസീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു പ്രത്യേകമായിട്ട് പരിഗണന നൽകിയിട്ടുള്ള അള്ളാഹുവിന്റെ ദാസന്മാർ. അതിനുള്ള യോഗ്യതയുള്ളത് കൊണ്ട് ആ സമർപ്പണം കാണിക്കാൻ വേണ്ടിയുള്ള സന്നദ്ധത ഉള്ളവരായതുകൊണ്ട് അള്ളാഹു അവരെ തനിക്ക് വേണ്ടിയായി പ്രത്യേകമാക്കിയ, അല്ലെങ്കിൽ തനിക്ക് വിധേയപ്പെടാൻ പൂർണ്ണമായി സന്നദ്ധരായ ആളുകൾ, അങ്ങനെയുള്ള ഇബാദുകൾ, അവരെയാണ് അള്ളാഹു ഇബാദുല്ലാഹിൽ മുഖ്ലസീൻ എന്ന് പറയുന്നത്. ആ വിഭാഗത്തിൽ ഞങ്ങളും പെടുമായിരുന്നു എന്നാണ് ഈ മുശ്രിക്കുകളും കുഫാറുകളും ഒക്കെ പറയുന്നത്. പൂർവികരായ സമൂഹങ്ങൾക്ക് നൽകപ്പെട്ടിരുന്ന വേദഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ അതുപോലെയുള്ളത് ഞങ്ങളുടെ അടുക്കൽ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ അതിനോട് വലിയ പ്രതിബദ്ധത കാണിച്ചുകൊണ്ട് ഇബാദുല്ലാഹിൽ മുഖ്ലസീനായിട്ട് നിലകൊള്ളുമായിരുന്നു എന്നാണ് അവര് വലിയ അവകാശവാദം പോലെ ഉന്നയിക്കുന്ന കാര്യം. എന്നാൽ ഫകഫറൂ ബിഹി, അങ്ങനെ ഒരു ദിക്ർ അവരിലേക്ക് ഇപ്പൊ വന്നു കഴിഞ്ഞല്ലോ. എന്നിട്ട് അവരെന്താ ചെയ്തത്? ഫകഫറൂ ബിഹി, അങ്ങനെ ഒരു ദിക്ർ, ഒരു ഓർമ്മപ്പെടുത്തൽ, ഒരു ഉത്ബോധനം അവരുടെ അടുക്കിലേക്ക് വന്നപ്പോ ഫകഫറൂ ബിഹി, അപ്പോൾ ഇവരിതാ അതിനെ നിഷേധിച്ചിരിക്കുന്നു. അതിന്റെ ഉത്തരവാദിത്വത്തോടു കൂടി അത് ഏറ്റെടുത്തുകൊണ്ട് ഇബാദുല്ലാഹിൽ മുഖ്ലസീൻ ആവാനല്ല അവരിപ്പോ സന്നദ്ധരായിട്ടുള്ളത്, മറിച്ച് ആ വേദത്തിന്റെ നിഷേധികളായിട്ടാണ് അവർ നിലകൊള്ളുന്നത്. അവലുകൾക്ക് നൽകപ്പെട്ട വേദവും ഇപ്പോ ഈ തലമുറയിലെ ആളുകൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന വേദവും ഒക്കെ അതിന്റെ അന്തസ്സത്തയിൽ ഒന്ന് തന്നെയാണ്. അതിൽ പറയത്തക്ക മാറ്റമൊന്നുമില്ല. അവര് പൂർവിക സമൂഹത്തിന് പഠിപ്പിക്കപ്പെട്ടിരുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ഈ പുതിയ തലമുറയിലെ ആളുകളെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന സംഗതിയും. അപ്പൊ പൂർവികർക്ക് നൽകപ്പെട്ട ദിക്ർ പോലെയുള്ളത് ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഇബാദുല്ലാഹിൽ മുഖ്ലസീൻ ആകുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾക്ക് ഇപ്പോ അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന തന്റെ ആയാത്തുകൾ കേൾപ്പിക്കുകയാണ്. പക്ഷെ അവരുടെ പ്രതികരണം എന്താണ്? ഫകഫറൂ ബിഹി, അവരതിനെ നിഷേധിക്കുന്നവരായി മാറി എന്നതാണ്. ഫസൗഫ യഅലമൂൻ, അതിന്റെ ദുരന്തം, അതിന്റെ അനന്തരഫലം, ആ നിഷേധ നിലപാട് സ്വീകരിച്ചതിന്റെ പ്രത്യാഘാതങ്ങള് അവര് വൈകാതെ അറിയാൻ പോവാണ്. ഫസൗഫ യഅലമൂൻ, അള്ളാഹുവിന്റെ ദിക്റിനോട്, അള്ളാഹുവിന്റെ ഉണർത്തലിനോട്, അള്ളാഹുവിന്റെ ഓർമ്മപ്പെടുത്തലിനോട് നിഷേധാത്മകമായ നിലപാട് സ്വീകരിച്ച എല്ലാവരും തന്നെ ചരിത്രത്തില് പാഠം പഠിച്ചിട്ടുണ്ട്. അത് വലിയ ചരിത്ര അടയാളപ്പെടുത്തലായി മാറിയ ഫിറഔനെ പോലെയുള്ള ആളുകളാവാം, അതല്ലെങ്കിൽ സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളാവാനും സാധ്യതയുണ്ട്. ഇവരൊക്കെയും തന്നെ സ്വീകരിച്ച നിലപാട് എന്താണ് എന്നതാണ് വിഷയം. അതിനനുസരിച്ചാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത് ഫസൗഫ യഅലമൂൻ, അവരറിയുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും അതിന്റെ അനന്തരഫലം, ഇപ്പോ അള്ളാഹുവിന്റെ ദിക്ർ അവരെ കേൾപ്പിക്കപ്പെട്ടു, പക്ഷെ അവരതിനെ നിഷേധിച്ചിരിക്കുന്നു. ഫകഫറൂ ബിഹി ഫസൗഫ യഅലമൂൻ, അതിന്റെ അനന്തരഫലം, അതിന്റെ പ്രത്യാഘാതം, അതിന്റെ ഭവിഷ്യത്ത് എന്താണ് എന്നത് അവര് തീർച്ചയായിട്ടും അറിയും. വലഖദ് സബഖത് കലിമതുന, എന്നാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. വലഖദ് സബഖത് കലിമതുന, നമ്മുടെ വചനം നേരത്തെ തന്നെ വന്നു കഴിഞ്ഞതാണ്. ആരുടെ കാര്യത്തിലാണ്? ലിഇബാദിനൽ മുർസലീൻ, ദൈവിക ദൗത്യം ചുമതലപ്പെടുത്തപ്പെട്ട് അയക്കപ്പെട്ട മുർസലുകളുണ്ട്. അവരാണ് നിയുക്തരായ ദൂതന്മാർ, നിയോഗിക്കപ്പെട്ട അയച്ച ദൂതന്മാരാണ്. ആ ദൂതന്മാരോട് അവരുടെ കാര്യത്തിൽ നാം നേരത്തെ തന്നെ ഒരു കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. വലഖദ് സബഖത് കലിമത്തുന, നമ്മുടെ വചനം, നമ്മുടെ കലിമത്ത്, അവരെ സംബന്ധിച്ചുള്ള നമ്മുടെ പ്രഖ്യാപനം നേരത്തെ തന്നെ വന്നു കഴിഞ്ഞതാണ്. ആരുടെ കാര്യത്തിലാണ്? ഇബാദിനൽ മുർസലീൻ,
ഈ ആളുകളെ ഉണർത്തുന്നതിന് വേണ്ടി നിയോഗിച്ചയക്കപ്പെട്ട നമ്മുടെ ചില ദാസന്മാരുണ്ടല്ലോ, അള്ളാഹുവിന്റെ ദൂതന്മാരായ, ദൈവിക ദൂതന്മാരായി ദൗത്യം നിർവഹിച്ചുകൊണ്ടിരുന്ന അള്ളാഹുവിന്റെ ഇബാദുകൾ, അവരുടെ കാര്യത്തിൽ നമ്മുടെ വചനം, നമ്മുടെ പ്രഖ്യാപനം നേരത്തെ വന്നിട്ടുള്ളതാണ്. ഇന്നഹും ലഹുമുൽ മൻസൂറൂൻ, അവരായിരിക്കും സഹായം ലഭിക്കുന്നവർ, അവർക്കായിരിക്കും ദൈവികമായ സഹായം ലഭിക്കുക, അവരാണ് സഹായത്തിന് അർഹരായി ഉള്ള ആളുകൾ, അവർക്ക് സഹായം ലഭിക്കുക തന്നെ ചെയ്യുമെന്ന്. ഇതാണ് അള്ളാഹുവിന്റെ പ്രഖ്യാപനം നേരത്തെ വന്നിട്ടുള്ളത്. ദൈവിക സന്ദേശം വരുന്നതോടെ ആളുകൾ രണ്ട് ചേരിയായിട്ട് മാറും. ഒന്ന്, ആ ദൈവിക സന്ദേശത്തെ മുഖവിലൊക്കെ എടുക്കുന്ന, അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പരിശ്രമിക്കുന്ന ആളുകൾ, അതൊരു സംഘമാണ്, ഒരു ചേരിയാണ്. മറ്റു ചേരി അതിനെ നഖശിഖാന്തം എതിർത്തുകൊണ്ടിരിക്കുകയും സർവവിധേനയും അതിനെ തോൽപ്പിക്കാനും തമസ്കരിക്കാനും ഒക്കെ നിരന്തരമായി പരിശ്രമങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം. എന്ന് പറഞ്ഞാൽ സത്യദീനിന്റെ ശത്രുക്കളായിട്ട് രംഗത്ത് വരുന്ന ആളുകൾ. ഇങ്ങനെ രണ്ട് വിഭാഗങ്ങളായിട്ട് ആളുകൾ തിരിയും. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനെ അൽ ഫുർഖാൻ എന്ന് പറയുന്നത്. അൽ ഫുർഖാൻ എന്ന് പറഞ്ഞാൽ സത്യവും അസത്യവും വേർതിരിക്കുന്ന മാനദണ്ഡം എന്നാണ്. ജനങ്ങൾക്കിടയിൽ സത്യത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു ചേരിതിരിവ് തന്നെ വിശുദ്ധ ഖുർആൻ നിർവഹിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു രംഗം സംജാതമാകുമ്പോൾ ആർക്കാണ് പടച്ചതമ്പുരാന്റെ സഹായം ലഭിക്കുക? അതാണ് അള്ളാഹുവിടെ പറയുന്നത്, ഇന്നഹും ലഹുമുൽ മൻസൂറൂൻ. അള്ളാഹുവിന്റെ മുർസലുകളായ ഇബാദുകളുണ്ടല്ലോ, ഈ ദൗത്യം നിർവഹിക്കുന്നതിന് രംഗത്ത് വന്നിട്ടുള്ള അള്ളാഹു നിയോഗിച്ചയച്ച അവന്റെ ദാസന്മാർ, അവരാണ് തീർച്ചയായും സഹായം ഏറ്റുവാങ്ങുന്നവരാവുക എന്ന് നാം നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ വചനം അത് സംബന്ധമായിട്ട് നേരത്തെ വന്നിട്ടുള്ളതാണ്. വൈന്ന ജുന്ദന ലഹുമുൽ ഗാലിബൂൻ, നമ്മുടെ സൈന്യം അവർക്കായിട്ട് അത് വിജയമാക്കി മാറ്റും എന്നത് നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ട കാര്യമാണ്. വൈന്ന ജുന്ദന, നിശ്ചയമായിട്ടും നമ്മുടെ സൈന്യം, ജുന്ദ് എന്ന് പറഞ്ഞ സേന, സൈന്യം, നമ്മുടെ സൈന്യം ലഹുമുൽ ഗാലിബൂൻ, അവർക്കാണ് വിജയമുള്ളത്, അതിജയിക്കുക, അതിന്റെ അന്തിമമായ വിജയം കൈവരിക്കുക നമ്മുടെ സൈന്യമാണ്, നമ്മുടെ സേനക്കാണ് അന്തിമമായ വിജയം കരഗതമാക്കാൻ സാധിക്കുക എന്ന കാര്യവും നാം മുൻകൂട്ടി ഒരു വചനം എന്ന നിലക്ക് അവരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് അങ്ങനെ ഒരു വചനം, ഒരു കലിമത്ത് നേരത്തെ നൽകിയിട്ടുണ്ടായിരുന്നു. എന്താണ് പറഞ്ഞ കാര്യം? ഒന്ന്, ഇന്നഹും ലഹുമുൽ മൻസൂറൂൻ, അവരാണ് എന്ന് പറഞ്ഞാൽ ഇബാദുള്ള അൽ മുർസലീനായ ആളുകളുണ്ടല്ലോ, അള്ളാഹുവിന്റെ ദാസന്മാരുടെ കൂട്ടത്തിൽ നിന്ന് അവൻ തെരഞ്ഞെടുത്ത് ദൗത്യ നിർവഹണത്തിനായിട്ട് നിയോഗിച്ചയച്ച ആളുകൾ, പ്രവാചകന്മാരും അവരുടെ പിന്മുറക്കാരും ആ മാർഗത്തിൽ ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളും ഒക്കെ ഉൾപ്പെടുന്ന ആ സമൂഹത്തിന് തന്നെ നാം വിജയം നൽകും എന്ന കാര്യം, അവർക്കാണ് സഹായം ലഭിക്കുക എന്ന കാര്യം അള്ളാഹു നേരത്തെ അവരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. വൈന്ന ജുന്ദന ലഹുമുൽ ഗാലിബൂൻ, നമ്മുടെ സൈന്യമാണ് വിജയം വരിക്കുക എന്ന കാര്യവും നാം അവർക്ക് ഒരു കലിമത്തായിട്ട്, ഒരു വചനം എന്ന നിലക്ക് പകർന്നു നൽകിയിട്ടുണ്ടായിരുന്നു. ഇതാണ് അള്ളാഹു പറയുന്നത്. അള്ളാഹുവിന്റെ പക്ഷത്ത് നിലകൊള്ളുന്ന ദൂതന്മാരും അവരെ പിന്തുണക്കുന്നവരുമായ സംഘങ്ങള് ചരിത്രത്തിൽ എല്ലാ ഘട്ടത്തിലും ഭൗതികാർത്ഥത്തിൽ വിജയിച്ചു എന്ന് പറയാൻ കഴിയില്ല. പല പ്രവാചകന്മാരും വളരെ കടുത്ത തിരിച്ചടികള് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ചിലരൊക്കെ വധിക്കപ്പെട്ടിട്ടുണ്ട്. ചിലര് ഭൂമുഖത്ത് നിന്ന് തന്നെ ആ നാട് വിട്ട് പോകേണ്ടി വന്നവരാണ് മിക്കവാറും പ്രവാചകന്മാര്. ചിലരെ അവരുടെ ദൗത്യം പൂർത്തീകരിക്കാൻ അവസരം ലഭിക്കാതെ
ശത്രുക്കളുടെ സകലവിധ അക്രമങ്ങൾക്കും ഇരയായിക്കൊണ്ട് ഭൂമുഖത്ത് നിന്ന് വിട പറയേണ്ടി വന്ന അനുഭവങ്ങളൊക്കെ ഏറ്റുവാങ്ങിയവരുണ്ട്. പക്ഷെ അള്ളാഹുവിടെ പറയുന്നത് വിജയം വരിക്കുന്നത് അവരായിരിക്കും, അള്ളാഹുവിന്റെ സൈന്യമായിരിക്കും, അള്ളാഹുവിന്റെ ആ ദിക്റിന്റെ പക്ഷത്ത് നിലകൊള്ളുന്നവരായിരിക്കും, സഹായം ഏറ്റുവാങ്ങുന്നവരെന്നൊക്കെയാണ്. അപ്പോ ഈ പറയുന്നതിനെ കുറിച്ച് അതിന്റെ സാധ്യത കുറച്ചൊന്ന് സ്ട്രെച്ച് ചെയ്തിട്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ. വിജയം എന്നത് ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ കേവലം ഭൗതിക ലോകത്തെ രാഷ്ട്രീയ വിജയം മാത്രമല്ല, അത് യഥാർത്ഥ വിജയത്തിന്റെ ഒരു തലം മാത്രമാണ്. ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ദൗത്യ നിർവഹണത്തിന്റെ അവസാന ഘട്ടത്തില് മക്ക വിജയം നേടി, മക്ക ജയിച്ചടക്കി. അത് അദ്ദേഹത്തിന്റെ ദൗത്യ നിർവഹണത്തിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ വിജയമാണ്. എന്നാൽ അത് മാത്രമല്ല വിജയം. ഓരോ ഘട്ടത്തിലും അവർ വിജയം നേടിക്കൊണ്ടിരുന്നിട്ടുണ്ട്. ഒന്നാമതായിട്ട് ഹഖ് ഉൾക്കൊള്ളുകയും പിൻപറ്റുകയും ചെയ്യുന്ന ആളുകളായി മാറുന്നു എന്നതാണ് ആദ്യത്തെ വിജയം. അസത്യത്തിന്റെ ആളുകളായിട്ട് നിലകൊള്ളാതെ സത്യം തിരിച്ചറിഞ്ഞ് അതിനെ ഉൾക്കൊള്ളുന്ന ആളുകളായി മാറാൻ സാധിക്കുന്നു എന്നത് ഒന്നാമത്തെ വിജയം. പിന്നീട് പല പ്രതിസന്ധി ഘട്ടങ്ങളിലും ആ സത്യത്തിനു വേണ്ടി നിലകൊള്ളാൻ സാധിക്കുന്നു എന്നത് വലിയ വിജയമാണ്. അവരുടെ മനസ്സിൽ അവർ ആനന്ദം അനുഭവിക്കുന്ന വിജയമാണ്. പല ഏറ്റുമുട്ടലുകളിലും പടച്ച തമ്പുരാന്റെ ഇടപെടൽ ഉണ്ടാകുന്നതും ശത്രുക്കളെ നേരിടാൻ പല തന്ത്രങ്ങളും ആവിഷ്കരിക്കാൻ സാധിക്കുന്നതും ഒക്കെ തന്നെ ദൈവികമായ സഹായവും അത് കാരണമായി ഉണ്ടാകുന്ന വിജയവുമാണ്. അതിന്റെ രാഷ്ട്രീയ വിജയത്തിന്റെ ഒരു പൂർണ്ണതയാണ്, അല്ലെങ്കിൽ അതിന്റെ ഫൈനൽ ഘട്ടമാണ് യഥാർത്ഥത്തിൽ മക്ക വിജയം പോലെയുള്ള സംഭവത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. പക്ഷെ മക്ക വിജയം അത് വിജയത്തിൽ പങ്കാളിയാവാൻ സാധിച്ചു എന്നതല്ല ഒരാളുടെ ജീവിതം വിജയമാവുന്നതിന്റെ മാനദണ്ഡം. അള്ളാഹുവിന്റെ അടുക്കൽ അവൻ സ്വീകാര്യനാവുന്നു, പാരത്രിക ലോകത്ത് വിജയം നേടുന്നു എന്നതാണ് അതിനെ യഥാർത്ഥ വിജയമാക്കി മാറ്റുന്ന കാര്യം. അപ്പൊ ദൗത്യം പരാജയപ്പെട്ടവര് പോലും അള്ളാഹുവിന്റെ പരിഗണനയിൽ വിജയം നേടിയവരായി മാറും. വധിക്കപ്പെട്ടവരും കടുത്ത അക്രമത്തിന് ഇരയായവരും ഒക്കെ തന്നെയും അള്ളാഹുവിന്റെ അടുക്കൽ വലിയ വിജയം നേടിയവരായിട്ട് മാറും. അവർ കൊല്ലപ്പെട്ടതാവാം, രാജ്യത്ത് നിന്ന് പുറത്താക്കപ്പെട്ടവരാകാം, കാരാഗ്രഹത്തിൽ ദീർഘകാലം അടയ്ക്കപ്പെട്ടവരാവാം, അക്രമമർദ്ദനങ്ങൾക്ക് വിധേയമായി ശബ്ദമില്ലാത്തവരായി മാറിയവരാവാം. പക്ഷെ അവരൊക്കെയും തന്നെ അള്ളാഹുവിന്റെ പരിഗണനയിൽ ഏറ്റവും വലിയ വിജയം വരിച്ച ആളുകളായിരിക്കും. അപ്പോ വിജയത്തിന് പല തലങ്ങളും പല നിദാനങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അത് എല്ലായ്പ്പോഴും രാഷ്ട്രീയ വിജയമാണ്. പ്രത്യക്ഷത്തിലുള്ള ഭൗതിക ലോകത്തെ നിയന്ത്രണം കയ്യിൽ ലഭിക്കുന്ന വിധത്തിലുള്ള മേധാവിത്വം നേടാൻ സാധിച്ചു എന്നത് മാത്രമല്ല വിജയം. അത് വിജയമാണ്. പക്ഷെ ആ വിജയം എല്ലാ കാലത്തും നിലനിന്നൊള്ളണമെന്നൊന്നുമില്ല. പിന്നെയും അടുത്ത തലമുറ തുടർന്നുള്ള വർഷങ്ങളിൽ പല വിധത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് വിധേയരാകും. അവിടെയൊക്കെ അള്ളാഹു അടയാളപ്പെടുത്തുന്നത് സത്യത്തോടൊപ്പം പ്രതിബദ്ധതയോടുകൂടി നിലകൊള്ളുന്നവരാര്, സ്വാർത്ഥതയുടെയും അതുപോലെ ജഹാലത്തിന്റെയും പുറകെ പോകുന്നവരാര് എന്നതാണ്. വിജയികൾ തന്നെ പരാജിതരാകും. പരാജിതരായിട്ട് പ്രത്യക്ഷത്തിൽ ലോകം വിധി എഴുതിയവർ വലിയ വിജയികളുമായിട്ടുണ്ടാകും. ഇതൊക്കെ സാധ്യതയുള്ളതാണ്. അപ്പോ ഈ വിശാലമായ അർത്ഥത്തിലാണ് അള്ളാഹു ഇവിടെ വിജയത്തെ പരാമർശിക്കുന്നത് എന്നത് മനസ്സിലാക്കാൻ പ്രയാസമില്ല. ഇന്നഹും ലഹുമുൽ മൻസൂറൂൻ, അവരാണ് സഹായം ലഭിക്കുന്നവരാവുക. അതുപോലെ വൈന്ന ജുന്ദന ലഹുമുൽ ഗാലിബൂൻ, നമ്മുടെ സൈന്യം തന്നെയാണ് വിജയം നേടുക. നമ്മുടെ സൈന്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെയും മുർസലുകളും അവരുടെ പക്ഷത്ത് നിലകൊള്ളാൻ സന്നദ്ധരായ വിശ്വാസികളും അവരെ സഹായിക്കാൻ സന്നദ്ധരായ ആളുകളും, അതുപോലെ അള്ളാഹു
അസാധാരണമായ വിധത്തിൽ ചില തന്ത്രങ്ങള് ഈ സത്യപക്ഷത്ത് നിലകൊള്ളുന്ന ആളുകളുടെ വിജയത്തിനായിട്ട് ഒരുക്കിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ അടങ്ങിയതാണ് അള്ളാഹുവിന്റെ സൈന്യം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മള് ബദറില് വിശുദ്ധ ഖുർആൻ അതിനെ പരാമർശിച്ച് കൊണ്ട് പറയുന്നത് നമ്മൾ കാണുകയുണ്ടായി. അള്ളാഹുവിന്റെ സൈന്യം മുസ്ലിം പക്ഷത്തിന് വേണ്ടി ബദറിൽ യുദ്ധം ചെയ്ത കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. ശത്രുക്കളുടെ മനസ്സില് ഭീതി ജനിപ്പിക്കുന്ന വിധത്തില് അതിഗംഭീരമായ ഒരു സൈന്യം മുസ്ലിം പക്ഷത്ത് നിലകൊള്ളുന്നത് വളരെ വലിയൊരു ജനം തന്നെ ഒരു വലിയ എണ്ണം ആളുകൾ തന്നെ സജ്ജരായി നിൽക്കുന്നതാണ് ശത്രുക്കൾ കാണുകയുണ്ടായത്. അത് എങ്ങനെയാണ് അള്ളാഹു അവരിൽ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാക്കിയിട്ടുള്ളത്? മലക്കുകളെ ഇറക്കുകയുണ്ടായി എന്നാണ് ഖുർആൻ പറയുന്നത്. മലക്കുകളെ മുസ്ലിം പക്ഷത്തിന് വിശ്വാസികളെ കരുത്ത് പകരുന്നവരായിക്കൊണ്ട് അണിനിരത്തി എന്ന് ഖുർആൻ അതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ടല്ലോ. അപ്പൊ അള്ളാഹുവിന്റെ ജുന്ത് എന്ന് പറയുന്നത് ഇതൊക്കെ അടങ്ങിയതാണ്. അള്ളാഹുവിന്റെ ദൂതന്മാര്, ആ ദൂതന്മാരിൽ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് സത്യമാർഗത്തിനു വേണ്ടി നിലകൊണ്ട ആളുകള്, അവരെ പിന്തുണക്കുന്നവര്, അവരെ സഹായിക്കാൻ വേണ്ടി സന്നിഗ്ധ ഘട്ടങ്ങളിൽ അള്ളാഹു ഇറക്കിയിട്ടുള്ള അവന്റെ പ്രത്യേകമായ സൈനികര്, ഇവരൊക്കെയും ഉൾപ്പെടുന്നതാണ്. അപ്പോ ആ സൈന്യത്തിനാണ് വിജയം ഉണ്ടാവുക എന്നാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായത്. ഇന്ന ജുന്ദന ലഹുമുൽ ഗാലിബൂൻ, ഇതാണ് പറയുന്നത്. നമ്മുടെ ജുന്ത്, നമ്മുടെ സൈന്യം തന്നെയാണ് അതിജയിക്കുക. അക്കാര്യമാണ് അള്ളാഹു നേരത്തെ അറിയിച്ചിട്ടുള്ളത്. അപ്പോ സൂറത്ത് സോഫാത്തിലെ 167 മുതൽ 173 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. ഈ ആശയങ്ങളുടെ തുടർച്ചയായിട്ട് തന്നെയാണ് തുടർന്ന് വരുന്ന 82ാമത്തെ ആയത്ത് വരെയുള്ള അവസാന ഭാഗത്തിലും അതിന്റെ ഈ ആശയത്തിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. ഇൻഷാ അല്ലാഹ് നാളത്തോടെ നമുക്ക് ഈ സൂറത്തിന്റെ പഠനം അതിന്റെ സാധ്യമാകുന്ന എല്ലാ തലത്തിലും അതിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള വിശകലനം പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. അള്ളാഹു നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാവട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.